ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ്. ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കണ്ണിൻ്റെ ആരോഗ്യം സംരക്ഷിച്ച് കാഴ്ചശക്തി കൂട്ടുവാനായിട്ട് സാധിക്കും. നമ്മളോട് ഒരാൾ സംസാരിക്കുമ്പോൾ അവർ നമ്മുടെ കണ്ണിൽ നോക്കിയാണ് സംസാരിക്കുന്നത്, ശരിയല്ലേ? വികാരങ്ങൾ ആദ്യം പ്രതിഫലിക്കുന്നതും നമ്മുടെ കണ്ണുകളിലാണ്. ദേഷ്യമാണെങ്കിലും സങ്കടമാണെങ്കിലും പിന്നെ അനാരോഗ്യം മൂലമുള്ള ക്ഷീണമൊക്കെ കണ്ണുകളിലും കണ്ണിന് ചുറ്റുമുള്ള വളരെ സെൻസിറ്റീവായിട്ടുള്ള ചർമ്മത്തിലുമൊക്കെയാണ് ആദ്യം കാണുന്നത്. കണ്ണുകളുടെ ക്ഷീണഭാവം പ്രായക്കൂടുതൽ തോന്നിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇനി നമുക്ക് നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യം സ്വയം ഒന്ന് വിലയിരുത്താം. ഒരു കണ്ണാടിയുടെ മുന്നിൽ നിന്ന് നമ്മുടെ കണ്ണുകളിലേക്ക് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. നമ്മുടെ കണ്ണുകൾ നല്ല തെളിച്ചമുള്ളതും അതുപോലെ കണ്ണിൻ്റെ വെള്ളഭാഗം നല്ല വെളുത്ത നിറത്തോടു കൂടിയാണെങ്കിൽ നമ്മുടെ കണ്ണ് നല്ല ആരോഗ്യമുള്ളതാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാം. ചിലരുടെ കണ്ണ് മഞ്ഞ നിറമുള്ളതായിരിക്കും. പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ മൂലമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. സ്ഥിരമായിട്ട് പുകവലിക്കുന്നവരാണെങ്കിലും അതുപോലെ പുകയുള്ള അന്തരീക്ഷത്തിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും ഇത്തരത്തിൽ കണ്ണുകളുടെ വെള്ള നിറം മാറി മഞ്ഞ നിറം കണ്ടുവരാറുണ്ട്. കണ്ണിൻ്റെ തിളക്കത്തെയും ഓജസ്സിനെയും ബാധിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് പോഷകാഹാരക്കുറവ്. കണ്ണുകളുടെ ആരോഗ്യത്തിന് വളരെ വിശേഷപ്പെട്ട ഒന്നാണ് ഡെയിലി ക്യാരറ്റ് ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. മുട്ടയുടെ മഞ്ഞ, കരൾ, പാൽ, പച്ചയും മഞ്ഞയും നിറമുള്ള പച്ചക്കറികൾ, ഇലക്കറികൾ ഇവയൊക്കെ കഴിക്കുന്നത് തീർച്ചയായിട്ടും നല്ല റിസൾട്ട് തരും. ഡെയിലി 8 ഗ്ലാസ് വെള്ളം കുടിക്കുക. പലതരത്തിലുള്ള ഫ്രഷ് ജ്യൂസുകൾ നമുക്ക് കഴിക്കാം. ഇപ്പോൾ 4 ഗ്ലാസ് വെള്ളം കുടിക്കുന്നുണ്ട്, 4 ഗ്ലാസ് ജ്യൂസ് ആണെങ്കിൽ ടോട്ടൽ 8 ഗ്ലാസ് ആയി. അപ്പോൾ ആ രീതിയിൽ നമുക്ക് പലതരത്തിലുള്ള ഫ്രൂട്ട് ജ്യൂസുകൾ കൂടി ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് കണ്ണിന് പ്രശ്നമുള്ളവർ. ആരോഗ്യമുള്ള കണ്ണുകൾ സ്വന്തമാക്കുവാനായിട്ട് ഇത്തരത്തിലുള്ള ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്താൽ മാത്രം മതി. ഇന്നത്തെ കുട്ടികൾ ഒരുപാട് സമയം TV, കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, ടാബ് എന്നിവയുടെയൊക്കെ മുന്നിൽ കണ്ണു ചിമ്മാൻ പോലും സമയമില്ലാതെ ചിലവിടുന്നവരാണ്. ഇത്തരം ശീലങ്ങൾ ചെറുപ്പത്തിലേ തന്നെ നിയന്ത്രിക്കുക, ഇല്ലെങ്കിൽ പലതരത്തിലുള്ള കണ്ണുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് സാധ്യതയുള്ളതാണ്. കണ്ണുകളുടെ ആരോഗ്യം നഷ്ടപ്പെട്ടു പോയിട്ട് പിന്നെ നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കുന്നതിന് നല്ലത് ഇപ്പോഴേ ശ്രദ്ധിക്കുന്നതല്ലേ. അപ്പോൾ എന്തായാലും ചെറിയ കുട്ടികളൊക്കെയുള്ള അമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കുക. കണ്ണിന് ഏതെങ്കിലും തരത്തിൽ അസ്വസ്ഥതയുള്ളവരാണെങ്കിലും അല്ലെങ്കിലും ദിവസത്തിൽ 4 പ്രാവശ്യം എങ്കിലും കണ്ണിൽ നന്നായിട്ട് വെള്ളം വീഴത്തക്ക വിധം കഴുകുക. അന്തരീക്ഷത്തിൽ നിന്നുള്ള പൊടികളും മറ്റും കണ്ണിൽ അടിയാതെ സംരക്ഷിക്കാനായിട്ട് ഇത് സഹായിക്കും. കണ്ണ് കഴുകാൻ ഏറ്റവും നല്ലത് തണുത്ത വെള്ളമാണ്. കണ്ണുകളിലും അതിനു ചുറ്റുമുള്ള ചർമ്മത്തിലും കൂടുതൽ ചൂട് ഏൽക്കുന്നത് നല്ലതല്ല. കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മുഖത്ത് നമ്മൾ മേക്കപ്പൊക്കെ അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ അതെല്ലാം പൂർണ്ണമായിട്ട് വൃത്തിയായിട്ട് കഴുകുക. ഐ മേക്കപ്പ് ഇടുന്നവരാണെങ്കിൽ അതും വളരെ ശ്രദ്ധയോടെ കഴുകാനായിട്ട് ശ്രദ്ധിക്കുക. ആവി കൊള്ളുമ്പോൾ ഒരിക്കലും നമ്മൾ കണ്ണിലേക്ക് ആവി അടിക്കുന്ന രീതിയിൽ ചെയ്യരുത്. കണ്ണ് മൂടുകയോ അല്ലെങ്കിൽ അടച്ചു പിടിക്കുകയോ ചെയ്യുക. കണ്ണിൻ്റെ എല്ലാത്തരം അലർജികൾക്കും ചൊറിച്ചിലിനുമൊക്കെ വളരെ നല്ലതാണ് ഇളനീർ കുഴമ്പ്. ഒത്തിരി പേര് അത് ഉപയോഗിക്കുന്നതാണ്. ഇന്ന് പലരിലും കണ്ടുവരുന്ന ഒരു കണ്ണുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് കൺകുരുവാണ്. ഇത് കൂടുതലും ചൂട് കൂടുതലുള്ള സമയത്താണ് ഉണ്ടാവുന്നത്. ചൂടുള്ള സമയത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാനായിട്ട് മുഖം പല പ്രാവശ്യം കഴുകുക. കണ്ണിൽ നന്നായിട്ട് വെള്ളം വീഴത്തക്ക വിധത്തിൽ കഴുകാനായിട്ട് ഓർക്കുക. നമ്പ്യാർ വട്ടത്തിൻ്റെ പൂവ് ശുദ്ധജലത്തിൽ നമ്മൾ തലയിൽ നിന്ന് ഇട്ട് വെച്ചാൽ ആ വെള്ളം ഉപയോഗിച്ച് രാവിലെ നമുക്ക് കണ്ണ് കഴുകാം. ഡയബറ്റിക്സ് ഉള്ളവരിൽ കൺകുരു കൂടുതലായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഡയബറ്റിക്സ് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ കൺകുരു ഉള്ളപ്പോൾ ഇളം ചൂടുള്ള വെള്ളത്തിൽ കോട്ടൺ ടവലൊന്ന് മുക്കിപ്പിഴിഞ്ഞ ശേഷം ആ കുരുവുള്ള ഭാഗത്ത് ചൂട് വയ്ക്കുക. ഈ രീതിയിൽ ചെയ്യുന്നത് കൺകുരു പെട്ടെന്ന് തന്നെ മാറാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ്. ദിവസത്തിൽ 3-4 പ്രാവശ്യം ചെയ്യുക. അതോടൊപ്പം തന്നെ തണുത്ത വെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് മുഖം കഴുകുകയും ചെയ്യുക. അതായത് കണ്ണ് കഴുകുകയും ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് മാറിപ്പോകുന്നതാണ്. പ്രായമാകുന്നത് മൂലവും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണവുമാണ് കണ്ണിലെ ലെൻസ് കട്ടിയാകുന്ന അവസ്ഥ. ഇതാണ് തിമിരം എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പോൾ തിമിരം തുടങ്ങിയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ചെയ്യാവുന്നൊരു കാര്യം തഴുതാമ ദിവസവും തോരൻ വെച്ച് കഴിക്കുക. തിമിരത്തിൻ്റെ കട്ടി കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ ഈ തഴുതാമ. അതുപോലെ ഡയബറ്റിക്സ് ഉണ്ടെങ്കിൽ
തിമിരം പെട്ടെന്ന് തന്നെ കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിച്ച് അതനുസരിച്ച് ഡയബറ്റിക്സ് കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ടും ഓർക്കുക. തിമിരം വരാതിരിക്കാനായിട്ട് ഡെയിലി പേരയ്ക്ക കഴിക്കാവുന്നതാണ്. ഡയബറ്റിക്സിനും പേരയ്ക്ക വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഒരു പ്രധാന കാര്യം നമ്മൾ നന്നായിട്ട് ഉറങ്ങണമെന്നുള്ളതാണ്. കണ്ണുകളുടെ ആരോഗ്യത്തിന് ഉറക്കം വളരെ അത്യാവശ്യമുള്ളതാണ്. ദിവസവും തടസ്സമില്ലാതെ ഒരു 7 മണിക്കൂറെങ്കിലും ഉറങ്ങിയിരിക്കണം. കണ്ണിന് എന്തെങ്കിലും അസ്വസ്ഥതയൊക്കെ ഉണ്ടെങ്കിൽ വെയിലത്ത് ഇറങ്ങുമ്പോൾ സൺഗ്ലാസ് വെക്കുന്നത് നല്ലതാണ്. തലവേദന, തലകറക്കം, താൽക്കാലികമായിട്ട് കാഴ്ചമങ്ങൽ, ഇങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ ഓരോരുത്തർ പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കെല്ലാം നമ്മൾ ഈ രീതിയിൽ സൺഗ്ലാസ് വയ്ക്കുന്നതിലൂടെ സൂര്യപ്രകാശം നമ്മുടെ കണ്ണിലേക്ക് ഏൽക്കുന്നത് തടയാൻ സാധിക്കും. അതുപോലെ തന്നെ ചൂടുള്ള സമയത്ത് പല പ്രാവശ്യം മുഖം കഴുകുക. കണ്ണുകൾക്ക് ചുറ്റുമുള്ള ചർമ്മം വളരെ സോഫ്റ്റാണ്. അതുകൊണ്ട് തന്നെ സാധാരണ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന പാക്കുകളൊന്നും കണ്ണുകൾക്ക് ചുറ്റുമുള്ള ഭാഗം ഒഴിവാക്കി വേണം ചെയ്യാനായിട്ട്. കൂടുതൽ നേരം കമ്പ്യൂട്ടർ ജോലി ചെയ്യുന്ന ഒരാളാണ് ഞാൻ ചില സമയത്ത് കണ്ണിന് അസ്വസ്ഥത തോന്നുമ്പോൾ ചില എക്സസൈസൊക്കെ ചെയ്യാറുണ്ട്. അതെന്താന്ന് പറയാം. ഇടയ്ക്ക് നമ്മൾ ദീർഘശ്വാസം എടുക്കുന്നത് കണ്ണുകൾക്ക് ഓക്സിജൻ്റെ അഭാവം ഇല്ലാതാക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. മറ്റൊന്ന്, നമ്മൾ തല നേരെ പിടിച്ച ശേഷം, അതായത് ചലിക്കാതെ തല പിടിച്ച ശേഷം കണ്ണുകൾ പൂർണ്ണ വൃത്താകൃതിയിൽ ചലിപ്പിക്കുക. അല്ലെങ്കിൽ കണ്ണുകൾ 4 സൈഡിലേക്കും ചലിപ്പിച്ചാലും മതി. ഇങ്ങനെ ഒരു 2-3 പ്രാവശ്യം ചെയ്യുക. ഇതിലും ഈസി ആയിട്ട് ചെയ്യാവുന്ന മറ്റൊരു എക്സസൈസ് എന്ന് പറയുന്നത് കണ്ണുകൾ അടുത്തുള്ള ഒരു വസ്തുവിലേക്കും ദൂരെയുള്ള ഒരു വസ്തുവിലേക്കും മാറി നോക്കുക എന്നുള്ളതാണ്. ഇത് നമുക്ക് 3-4 പ്രാവശ്യം ചെയ്യാം. അതിനുശേഷം നമുക്ക് കണ്ണുകൾ അടച്ച് അല്പസമയം ഒന്ന് റെസ്റ്റ് എടുക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നത് കണ്ണിന് വളരെ നല്ല കാര്യമാണ്. കണ്ണുകളുടെ തളർച്ച മാറ്റുവാനും മസിലുകൾ ബലപ്പെടുവാനും ഇത്തരത്തിലുള്ള ഐ എക്സസൈസ് ചെയ്യുന്നത് നല്ലതാണ്. ഇനി ഒരു ചെറിയ കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, ബ്യൂട്ടി പാർലറിൽ പോകുന്നവർ ബ്ലീച്ച് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മുടെ കണ്ണിൻ്റെ ചുറ്റുമുള്ള ഭാഗത്ത് പുരളാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അവിടെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണ്. കറുത്ത പാടുകൾ വരാനായിട്ട് വളരെ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ബ്ലീച്ച് പരമാവധി ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. പ്രത്യേകിച്ചും കണ്ണിന് ചുറ്റുമുള്ള ഭാഗത്ത് കറുപ്പ് നിറം തുടങ്ങിയിട്ടുള്ളവർ അതൊന്ന് ശ്രദ്ധിക്കുക. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കണ്ണുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും അതിനെക്കുറിച്ച് ഇവിടെ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ടിപ്സ് നിങ്ങൾ യൂസ് ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പറയാനായിട്ട് പ്രത്യേകം ഓർക്കുക. നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ പേര് ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് എന്ന് തന്നെയാണ്. അതുകൊണ്ട് അത് ഇതുവരെ ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാരെ ഇന്ന് തന്നെ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൂടി നമ്മുടെ പേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.